ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ജീവിതത്തെ വളർത്തുവാൻ സഹായിക്കുന്ന മനോഹരമായ ഒരു വചനം സമ്മാനിക്കുന്നത് ലൂക്കാ സുവിശേഷകനാണ്. ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം. സെൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 12. സാധിക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ആ വചനം ധ്യാനിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം, പ്രാർത്ഥിക്കാം. വചനം ഇങ്ങനെ പറയുന്നു: എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇതാ കൃത്യം വ്യക്തമായി ഒരു കാര്യം ലൂക്കാ സുവിശേഷകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഈ വചനം ധ്യാനിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ അനുഭവങ്ങളെ ചേർത്ത് വെച്ച് വേണം ധ്യാനിക്കുവാൻ. കാരണം ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ പ്രതിസന്ധികളുടെ നടുവിൽ എങ്ങനെയാണ് നമ്മുടെയൊക്കെ ആത്മീയത വളർത്തുന്നത് എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പ്രതിസന്ധികളുടെ നടുവിൽ എങ്ങനെയാണ് ഒരു വ്യക്തി തൻ്റെ ആത്മീയത, സ്പിരിച്വാലിറ്റി വളർത്തിയെടുക്കുന്നത്? ഇതാ കൃത്യമായി ലൂക്കാ സുവിശേഷകൻ പറയുന്നു: പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുക, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുക, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ജീവിക്കുക. ഈ വിഷയത്തെ മനസ്സിലാക്കുന്നതിനു വേണ്ടി വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മയെ തന്നെ നമുക്ക് മാതൃകയാക്കാം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 34-ാം തിരുവചനം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 34. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ഒട്ടുമുക്കാലും പേർക്ക് കാണാതെ അറിയാവുന്ന ഒരു വചനമാണ്. കാരണം ഇതൊരു ചോദ്യമാണ്. പരിശുദ്ധ അമ്മ ദൈവദൂതനോട് ചോദിച്ച ഒരു സുപ്രധാനമായിട്ടുള്ള ചോദ്യം. ചോദ്യം എന്താണ്? ലൂക്കാ സുവിശേഷം 1:34. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഈ ചോദ്യത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം. ഈ ചോദ്യം ചോദിക്കുന്നത് വലിയ ഒരു പ്രതിസന്ധിയുടെ നടുവിലാണ്. ഈ ചോദ്യത്തിൽ ഒത്തിരിയേറെ ചെറിയ ചോദ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിലൊന്നാമത്തത്, ഈ ദൂതൻ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തെ വെച്ച് ധ്യാനിച്ചേ. ചുറ്റുവട്ടത്ത് നടക്കുന്നത് നമുക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഈ മഹാമാരി നമ്മളെയൊക്കെ ഇത്രയേറെ പീഡിപ്പിക്കുന്നത് ഇതെന്തുകൊണ്ട്? നമുക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മറിയം ദൂതനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉൾപ്പൊരുളിൽ ഒന്നാണ്, ഇത് എങ്ങനെ സംഭവിക്കും? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഈ പറഞ്ഞ സന്ദേശം ഇതെന്നിൽ സംഭവിക്കുമോ? മറിയം എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്. ദൂതൻ പറഞ്ഞു, ഇത് സംഭവിക്കുമോ? മൂന്നാമത്തൊരു കാര്യമുണ്ട്. ഇനി ഇത് സംഭവിച്ചാൽ തന്നെ അത് വലിയ ഒരു ദുരന്തമായിരിക്കും. കല്യാണം കഴിക്കാതെ ഒരു പെണ്ണ് പ്രസവിക്കുക എന്നുള്ളത് ഒരു ദുരന്തം തന്നെയായിരിക്കും. 3 കാര്യങ്ങൾ. ഒന്നാമത്തത്, എനിക്ക് മനസ്സിലാവുന്നില്ല. 2, ഈ സന്ദേശം എങ്ങനെ നിവർത്തിക്കും? 3, ഇനി നിവർത്തിച്ചാൽ തന്നെ ഇത് വലിയ ഒരു ദുരന്തമായിരിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ മഹാദുരിതത്തെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മറിയത്തിൻ്റെ ഈ ചോദ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് മുമ്പിൽ ഉത്തരം നൽകുന്നത് പുത്രനായ യേശുവാണ്. കാരണം പരിശുദ്ധാത്മാവിനെക്കുറിച്ച് മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് യേശുവാണ്. യേശു പരിശുദ്ധാത്മാവിന്
3 മനോഹരമായ പേരുകൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവോ ആ പേരുകൾ? ആ പേര് പഠിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവം പഠിക്കാം. പലപ്പോഴും പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് പോലും നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ. കാരണം പിതാവെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെയൊക്കെ രൂപം തെളിഞ്ഞു വരും. യേശു എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മുമ്പിലുള്ള യേശുവിൻ്റെ ചിത്രം തെളിയും. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ പലപ്പോഴും പ്രാവ്, തീയ്, എണ്ണ എന്ന ചില പ്രതീകങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയായ ഈ പരിശുദ്ധാത്മാവിന് യേശു 3 മനോഹരമായ പേരുകൾ നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പേരുകൾ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ കാരണം ഈ പേരുകൾ പഠിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാം, ആ വ്യക്തിയെ നമുക്ക് മനസ്സിലാക്കാം എന്നു മാത്രമല്ല, ഈ മഹാദുരിത കാലഘട്ടത്തിൽ നമ്മുടെ ആത്മീയത വളർത്തിയെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, ബലപ്പെടുത്തും. അപ്പം അതുകൊണ്ട് നമുക്ക് തുടർന്നുള്ള സമയത്ത് പരിശുദ്ധാത്മാവിന് ഈശോ കൊടുത്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള 3 പേരുകൾ പഠിക്കാം. അതിലൊന്നാമത്തെ പേര് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനത്തിലാണ്. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 13. വചനം ഇങ്ങനെ പറയുന്നു: സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഇതാണ് വചനം. ആര് വരുമ്പോൾ? സത്യാത്മാവ് വരുമ്പോൾ. സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്, സത്യാത്മാവ്. അപ്പോൾ ഇത് ഒന്നാമത്തെ പേരാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യേശു നൽകിയിരിക്കുന്ന സുന്ദരമായിട്ടുള്ള പേര് സത്യാത്മാവ്, സത്യത്തിൻ്റെ പൂർണ്ണത. മുഴുവൻ സത്യത്തിലേക്ക്, പൂർണ്ണമായ സത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സാധിക്കുമെങ്കിൽ നിങ്ങൾ നോട്ട് ബുക്കിലൊക്കെ എഴുതി വെച്ച് പഠിക്കുക. യേശു പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്ന 3 പേരുകളിൽ ഏറ്റവും മനോഹരമായ പേര് ഒന്നാമത്തത് സത്യാത്മാവ്. ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകർ ചിന്തിക്കും, സത്യാത്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. സത്യാത്മാവ്, സത്യത്തിൻ്റെ പൂർണ്ണത. നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഒരു വിഷയത്തെക്കുറിച്ച് പകുതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സത്യത്തിൻ്റെ പൂർണ്ണതയാവില്ല, മറിച്ച് അത് പലപ്പോഴും നുണയായിരിക്കും. അതുകൊണ്ടല്ലേ ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്നത്, കാര്യം മുഴുവൻ മനസ്സിലാക്കാതെ നീ പറയല്ലേ. ചിലപ്പോഴൊക്കെ നമ്മൾ പരസ്പരം പറയില്ലേ, നീ കാര്യം അറിഞ്ഞുകൊണ്ടാണോ സംസാരിക്കുന്നത്? നീ കാര്യം മുഴുവൻ അറിഞ്ഞോ? നീ സത്യം മുഴുവൻ അറിഞ്ഞോ? അതായത് ഒരു കാര്യത്തെക്കുറിച്ച് മുഴുവൻ അറിയുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത വെളിപ്പെടുന്നത്. അതല്ലെങ്കിൽ മിക്കവാറും അത് കള്ളക്കഥകളായിരിക്കും, നുണയായിരിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരുപക്ഷെ പലരും ചോദിക്കുന്നൊരു ചോദ്യമാണല്ലോ, ഈ ദുരിതം എവിടെ നിന്ന് വന്നു? ദൈവം വരുത്തിയതാണോ? എന്നിങ്ങനെ 100,000 ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉത്തരമില്ല. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 39-ാം അധ്യായം മനോഹരമായി നമ്മളൊരു കാര്യം പഠിപ്പിക്കും. 39-ാം അധ്യായം 17-ാം തിരുവചനം. ബുക്ക് ഓഫ് സിറാക്ക് ചാപ്റ്റർ 39 വേഴ്സ് 17. വചനം പറയുന്നു, ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയില്ല. യഥാകാലം എല്ലാം വെളിവാകും. കാര്യം മനസ്സിലായോ? അതായത് ഇതെന്ത്, എന്തുകൊണ്ട് എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. യഥാകാലം എല്ലാം വെളിവാകും. ഈ ദുരിതത്തെക്കുറിച്ച് കൃത്യമായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നിനക്ക് വെളിപ്പെടും. എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ അല്പം കൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ, പരിശുദ്ധാത്മാവ് സത്യാത്മാവാണെന്ന് തിരിച്ചറിയുവാൻ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഇന്നലകളിലുണ്ടായ ചില സംഭവങ്ങളെക്കുറിച്ച് ഓർത്തെടുത്താൽ മതി. അല്ലേ? കുറേ നാളുകൾക്ക് മുമ്പുണ്ടായ ചില തിക്ത അനുഭവങ്ങൾ, ചില രോഗങ്ങൾ, പീഡകൾ. ഇന്ന് ഒരുപക്ഷെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എന്തിനായിരുന്നു ഞാൻ അന്ന് ആ പീഡകളിലൂടെ, തിക്ത അനുഭവങ്ങളിലൂടെ കടന്നുപോയതെന്ന് ഇന്ന് നമുക്കറിയാം.
കാരണം കാലം നമ്മളെ പഠിപ്പിച്ചു. യഥാകാലം വെളിപ്പെടും, അതാണ് വചനം പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് യഥാകാലം നമ്മളെ പഠിപ്പിക്കും. നാളുകൾക്ക് മുമ്പ് ഞാനൊരു ചെറുപ്പക്കാരൻ്റെ സാക്ഷ്യം കേട്ടു. ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നിരിക്കുന്ന ഒരു പറ്റം അച്ഛന്മാരാകാൻ തയ്യാറെടുത്തിരിക്കുന്ന, അതായത് അവരുടെ വൈദിക പട്ടം അടുത്തിരിക്കുന്നു, ഡീക്കന്മാരാണ്. അതിലൊരു ഡീക്കൻ്റെ സാക്ഷ്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഡീക്കൻ, അതായത് ഈ സെമിനാരിക്കാരൻ, MBA പഠനമൊക്കെ കഴിഞ്ഞ് ഒരു നല്ല ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുന്ന കാലഘട്ടം. കൂടെ പഠിച്ചവർക്ക് നല്ല ജോലിയായി, ശമ്പളമായി, പക്ഷേ ഇദ്ദേഹത്തിന് മാത്രം ജോലിയൊന്നുമില്ല. അങ്ങനെ തകർന്ന് തരിപ്പണമായി ഒരു ധ്യാനകേന്ദ്രത്തിൽ എത്തുന്നു. ധ്യാനകേന്ദ്രത്തിൽ ധ്യാനഗുരുവിനോട് ഇദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ മുഴുവൻ പങ്കുവയ്ക്കുന്നു. അപ്പോൾ ധ്യാനഗുരു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മകനെ, നിൻ്റെ ഉള്ളിൽ നീ സെമിനാരിയിൽ ചേരാൻ എന്നെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരു വൈദികനായി ബലിയർപ്പിക്കണമെന്ന് നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവിടെ ഇരുന്ന് കരയുകയാണ്. കരച്ചിലിനിടയിൽ അവൻ പറഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതലുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു, പക്ഷേ വീട്ടുകാർ സമ്മതിച്ചില്ല. എന്നോട് പറഞ്ഞു, നീ പഠിക്കുക പഠിക്കുക പഠിക്കുക. ഞാൻ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, അത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, MBA 1ാം ക്ലാസ്സിൽ ഞാൻ പാസ്സായി. പക്ഷേ എൻ്റെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല, ജോലിയില്ല, ഇപ്പോഴും ഞാൻ ഭാരത്തിലാണ്. ആ അച്ഛൻ പറഞ്ഞു കൊടുത്തു, മകനെ, ധൈര്യമായി നിൻ്റെ വിളി തിരിച്ചറിഞ്ഞ് നീ സെമിനാരിൽ ചേരൂ. ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അഡീക്കൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, ദാ അടുത്ത മാസം എൻ്റെ പട്ടമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ജീവിതത്തിൽ പരാജയപ്പെട്ട് എല്ലാം തകർന്നുവെന്ന് കരുതിയൊരു നിമിഷം. എന്നാൽ കാലം മുന്നോട്ട് നീങ്ങി, സെമിനാരിൽ ചേർന്നു. ദാ എൻ്റെ പട്ടത്തിലോട്ട് ഞാൻ ഈ പൗരോഹിത്യ സ്വീകരണത്തിലോട്ട് ഒരുങ്ങുമ്പോൾ ഒരു കാര്യം എനിക്ക് വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. അന്ന് ഞാൻ സഹിച്ചത് എന്തിനായിരുന്നു ആ ദുരിതം ഇന്ന് എൻ്റെ പൗരോഹിത്യത്തിനോട് ചേർത്ത് വെച്ച് എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളിലുണ്ടായ അനേക മുറിവുകൾ, സങ്കടങ്ങൾ, മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയത്, നിങ്ങൾ അനുഭവിച്ച വേദനകൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് തിരിച്ചറിയാൻ സാധിക്കും, നിങ്ങളെ അത് ബലപ്പെടുത്തുകയായിരുന്നു. ജീവിതത്തിലെ ഓരോ കുറവുകളും നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണെന്ന് പഠിപ്പിക്കുമ്പോൾ ഇന്ന് നീ കടന്നു പോകുന്ന ദുരിതം ഇതവസാനമല്ല, ഇതിന് ഒരു മറുവശം കൂടെയുണ്ട്. ഇതിനൊരു മറുവശം കൂടെയുണ്ട്. എത്ര പ്രായമുള്ള വ്യക്തിയാണ് ഇത് കേൾക്കുന്നതെങ്കിലും, ജീവിതത്തിൽ എത്രത്തോളം തകർന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ കാര്യം നീ വിശ്വസിക്കുക. നീ ഇന്ന് കടന്നു പോകുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു മറുവശം കൂടെയുണ്ട്. അത് സത്യമായ കാര്യമാണ്. പലപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഇംഗ്ലീഷ് വേർഡാണ്, ഡിസപ്പോയിൻമെൻറ്റ്. പറയാറില്ലേ? ഡിസപ്പോയിൻമെൻറ്റ്. ഇൻ്റർവ്യൂവിന് പോയി, അത് കിട്ടിയില്ല, ഡിസപ്പോയിൻറ്റഡായി. വിചാരിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല, ഡിസപ്പോയിൻറ്റഡായി. ഈ വാക്ക് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്നാണെന്നറിയൂ? എവറി ഡിസപ്പോയിൻമെൻറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെൻറ്റ് എന്നാണ് പറയുക. ജീവിതത്തിൽ ഓരോ മൊമെൻറ്റ്, പ്രത്യേകിച്ച് ഡിസപ്പോയിൻമെൻറ്റിൻ്റെ ആ നിമിഷങ്ങൾ, നിരാശയുടെ ആ നിമിഷങ്ങൾ, സത്യത്തിൽ അത് തിന്മയ്ക്കുള്ള സമയമല്ല, മറിച്ച് ഇറ്റ് ഈസ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ദൈവം ആ വ്യക്തിയിൽ ഇടപെടുന്ന സമയമാണ്. സംശയമുണ്ടെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം എടുത്ത് വായിക്കുക. എല്ലാ അത്ഭുതങ്ങളും എന്താണ്? എവിടെ കുറവുണ്ടോ, എവിടെ ബലഹീനതയുണ്ടോ അവിടെ ദൈവം ഇടപെട്ട ചരിത്രമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം, കാനായിലെ വിവാഹ വിരുന്ന് നമുക്കൊക്കെ സുപരിചിതമാണ്. അവിടെ കുറവുണ്ടായപ്പോൾ ദൈവം അതാ അത്ഭുതം സൃഷ്ടിക്കുകയാണ്. നമുക്ക് പരിചയമുണ്ട് ധൂർത്തപുത്രൻ, ജീവിതത്തിൻ്റെ ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയവൻ, ദാ പിന്നീട് ജീവിതം വഴിമാറുകയാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും കുറവുണ്ടെന്നോർത്തുകൊണ്ട് അസ്വസ്ഥപ്പെടരുത്, മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുക. ഈ ദുരിത കാലഘട്ടത്തിൽ നീ വിശ്വസിക്കുക. വിശ്വസിക്കാൻ പറ്റിയ, ആവർത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വചനം പറയട്ടെ. ജെറമിയായുടെ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനം. ഒരുപക്ഷെ ഒത്തിരി പേർക്ക് പരിചിതമായിട്ടുള്ള വചനം. ഈ വചനം അറിയാൻ പാടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എഴുതി വച്ച് ഈ വചനം പഠിക്കണം. കാരണം
ഈ വചനം നിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന വചനമാണ്. ജെറമിയായുടെ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനം. വചനം പറയുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനുള്ള ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പ്രിയപ്പെട്ടവരെ, ഈ മനോഹരമായ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക. പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കൃത്യമായി മനസ്സിൽ ഈ കാര്യം ആദ്യം പഠിക്കുക. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. എനിക്കിന്നറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്ന രണ്ടാമത്തെ പേര് ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം 49-ാം തിരുവചനം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 24 വേഴ്സ് 49. വചനം പറയുന്നു, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ഇത് കൃത്യമായി വീണ്ടും പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പവർ ഫ്രം എബവ്. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി. അതായത് പരിശുദ്ധാത്മാവിന് യേശു കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ പേരാണ് ശക്തി. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി. എന്താണ് ഈ ശക്തി, പവർ എന്ന് തിരിച്ചറിയാൻ പുതിയ നിയമത്തിൽ കൃത്യമായി ചില മേഖലകൾ നമുക്ക് മുമ്പിലുണ്ട്. ഈ ശക്തിയെ തിരിച്ചറിയുന്നത് 2 വഴികളിലൂടെയാണ്. ഒന്നാമത്തത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഫലങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം 22. സെൻറ്റ് പോൾസ് ലെറ്റർ ടു ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22 and 23. വചനം പറയുന്നു, ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ശക്തിയാണ്. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കുമൊക്കെ അനുദിന ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ ദുരിത കാലഘട്ടത്തിൽ ശക്തി വേണ്ടേ? നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ പറഞ്ഞതിന് വിപരീതമായ അനേക തരത്തിലുള്ള ശക്തികൾ പ്രവർത്തിക്കുന്നൊരു കാലഘട്ടമാണ്. നിരാശയും ദുഃഖവും കോപവും ആകുലതയും. അതിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയായി നിറയട്ടെ. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടാൻ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അത് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് 9 ഫലങ്ങളെക്കുറിച്ച് പറയുന്നു. ഇനിയും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിയേണ്ടത് വരങ്ങളും ദാനങ്ങളിലൂടെയുമാണ്. കരിസ്മാറ്റിക് ഗിഫ്റ്റ്, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ദാനങ്ങളും വരങ്ങളും. ഇത് തിരിച്ചറിയാൻ സമയം കിട്ടുന്നതനുസരിച്ച് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം വായിക്കുക. അവിടെ മനോഹരമായിട്ട് ഈ വരങ്ങളെയും ദാനങ്ങളെയും കുറിച്ച് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ യേശു പരിശുദ്ധാത്മാവിന് നൽകിയ രണ്ടാമത്തെ പേര് മറക്കാതെ ഓർക്കണം, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി. ഈ ശക്തി ഒരു നദിയുടെ 2 ചാലുകൾ പോലെ വിശുദ്ധ ഗ്രന്ഥം വീണ്ടും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. ദൈവികമായിട്ടുള്ള ഫലങ്ങൾ, പിന്നീട് വരങ്ങളും ദാനങ്ങളും. പ്രിയപ്പെട്ടവരെ, 3-ാമത്തെ പേര്, പരിശുദ്ധാത്മാവിന് യേശു കൊടുത്തിരിക്കുന്ന 3-ാമത്തെ പേര്, അത് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം തിരുവചനമാണ്. സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 16 വേഴ്സ് 7. വചനം പറയുന്നു, എങ്കിലും സത്യം ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും.
സഹായകൻ, ഹെൽപ്പർ. മൂന്നാമത്തെ പേരാണ് സഹായകൻ. നമ്മളെ സഹായിക്കുന്ന ഒരുവൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈ മൂന്നാമത്തെ പേര് അഡ്വക്കേറ്റ്, നമുക്ക് വേണ്ടി വാദിക്കുന്നവൻ, കംഫർട്ടർ, ആശ്വാസകൻ എന്നിങ്ങനെ പല രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ ദുരിത കാലഘട്ടത്തിൽ ആര് നമ്മളെ ആശ്വസിപ്പിക്കും? പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, അവൻ ആശ്വാസപ്രദനാണ്, ആശ്വസിപ്പിക്കും നമ്മളെ. നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുടെയൊക്കെ മരണം, താങ്ങാൻ പറ്റുമോ? ആർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റും? ഇനി നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ ചുറ്റുവട്ടത്തോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരുടെയെങ്കിലുമൊക്കെ ഒരു മരണം, എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? പ്രിയപ്പെട്ടവരെ, ആശ്വസിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. യഥാർത്ഥ ആശ്വാസം പരിശുദ്ധാത്മാവാണ്. അവൻ സഹായകനാണെന്നാണ് പറഞ്ഞത്. സാമ്പത്തിക ഞെരുക്കം, പ്രത്യേകിച്ച് ഒത്തിരി പേര് ധ്യാനമന്ദിരത്തിലോട്ടൊക്കെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നുണ്ട്. അച്ഛാ, വിദേശത്ത് പോകേണ്ടതാണ്, സാധിക്കുന്നില്ല അച്ഛാ, യാത്രകളെല്ലാം ബ്ലോക്കാണ്, ഒന്നും കാര്യവും നടക്കുന്നില്ല, എല്ലാം റെഡിയായിട്ടിരിക്കുകയായിരുന്നു, വിദേശത്ത് പോയി ജോലി, സുന്ദരമായ സ്വപ്നങ്ങൾ എല്ലാം തകർന്നിരിക്കുന്നു, സങ്കടം. ആര് സഹായിക്കും? പരിശുദ്ധാത്മാവ് സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഇന്നു മുതൽ ദാഹത്തോടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വഭാവങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്ക്. അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം പരിശുദ്ധാത്മാവിനെ യേശു പരിചയപ്പെടുത്തിയത് ഈ 3 പേരുകളിലാണ്. പരിശുദ്ധാത്മാവ് സത്യാത്മാവാണ്. നിനക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. ഇന്നത്തെ ദുരിതത്തിൻ്റെ മറുവശം പരിശുദ്ധാത്മാവ് നിന്നെ പഠിപ്പിക്കും. 2, പരിശുദ്ധാത്മാവ് അത് ശക്തിയാണ്. ഈ ശക്തി തിരിച്ചറിയുന്നത് ഫലങ്ങളിലൂടെയും ദാനങ്ങളിലൂടെയും വരങ്ങളിലൂടെയുമാണ്. 3, പരിശുദ്ധാത്മാവ് സഹായകനാണ്. ഈ ദുരിത കാലഘട്ടങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ ആത്മീയത പരിശുദ്ധാത്മാവിനോട് ചേർത്ത് വെച്ച് വളർത്തിയെടുക്കാം. അതുകൊണ്ടല്ലേ ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ ലൂക്കാ സുവിശേഷം നമ്മളെ എല്ലാവരും ഓർമ്മപ്പെടുത്തിയത്? ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് ആര് പഠിപ്പിക്കും? പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. പരിശുദ്ധാത്മാവ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ലൂക്കാ സുവിശേഷം 1:34 ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? പ്രിയപ്പെട്ടവരെ, ആ ചോദ്യത്തിനുള്ളിലുള്ള അനേക ചെറിയ ചെറിയ ചോദ്യങ്ങൾ നമ്മൾ പങ്കുവച്ചല്ലോ. പിന്നീട് പരിശുദ്ധ അമ്മ ഇതിനെല്ലാം ഉത്തരം നൽകിയില്ലേ? പരിശുദ്ധ അമ്മയ്ക്ക് ഈ ആദ്യ നാളുകളിലെ ഉള്ളിലുണ്ടായിരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ കൃത്യമായി മനസ്സിലാക്കി. ഒന്നാമത്തെ കാര്യം, ഇത് ഒരു രഹസ്യമാണ്. ഇതൊരു രഹസ്യമാണ്, ദിവ്യമായ രഹസ്യം. പരിശുദ്ധ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടു, ഇതൊരു മാനുഷിക പ്രവൃത്തിയല്ല, ദൈവിക പ്രവൃത്തിയാണ്. ദുരിതമായി തീരാമായിരുന്ന കാര്യത്തെ പരിശുദ്ധ അമ്മ ആനന്ദമാക്കി സ്വീകരിച്ചു. സ്തോത്രഗീതമൊക്കെ അതാ. ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമം പിടിച്ച കാലഘട്ടത്തിൽ അമ്മ പാടിയ പാട്ടാണ് സ്തോത്രഗീതം. നിന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമം പിടിച്ച കാലഘട്ടത്തിൽ സ്തോത്രഗീതം പാടാൻ പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിക്കണം. ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയും അത് തന്നെയാണ്. പരിശുദ്ധാത്മാവെ എന്നിൽ നിറയണം, പരിശുദ്ധാത്മാവെ എന്നെ വഴി നടത്തണം, പരിശുദ്ധാത്മാവെ എന്നെ ശക്തിപ്പെടുത്തണം. നമ്മളൊക്കെ പ്രാർത്ഥനയിൽ ഈശോയെ ഈശോയെ എന്ന് പ്രാർത്ഥിക്കാറില്ലേ? എന്നതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റിയ പ്രാർത്ഥന തന്നെയാണ് പരിശുദ്ധാത്മാവേ. കാരണം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ആവർത്തിച്ചാവർത്തിച്ച് പരിശുദ്ധാത്മാവേ എന്നെ വഴി നടത്തണം, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണം, പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണം, ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഈ ദുരിത കാലഘട്ടങ്ങളിൽ നമ്മുടെ ആത്മീയത വളർത്തിയെടുക്കാൻ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിക്കാം. ലൂക്കാ സുവിശേഷകൻ പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുക, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കുക.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വലിയ കൃപ നമുക്കെല്ലാവർക്കും സർവശക്തനായ ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.